പക്ഷെ ഇതുണ്ടോ ഈ വളവൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ വളരെ സിമ്പിൾ ആയിട്ട് ഇത് ഒടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വണ്ടിയായിട്ട് നിൽക്കുന്നത്, വണ്ടി സ്റ്റാർട്ട് ആവാത്ത കാര്യങ്ങളാണ് നിങ്ങൾ കണ്ടത്. നമ്മൾ ബാറ്ററി കൊണ്ടുപോയി ചാർജ് ചെയ്യാൻ കൊടുത്തു. അപ്പോൾ ചാർജ് ചെയ്യാൻ കൊടുത്തിട്ട് പിറ്റേ ദിവസം വരെ ചാർജ് ചെയ്തിട്ടും ബാറ്ററി ചാർജ് കയറുന്നില്ല കേട്ടോ. അതെന്ന് വെച്ചാൽ ബാറ്ററി പോയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇന്ന് നമ്മൾ പുതിയൊരു ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ കഴിഞ്ഞ വീഡിയോ കണ്ട അതേ സ്ഥലത്ത് തന്നെയാണ്, മാളികം പീടിക എന്ന് പറഞ്ഞാൽ ആലുവയ്ക്കടുത്തുള്ള സ്ഥലത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നേരെ പോയിട്ട് നമ്മുടെ വണ്ടിയിൽ ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് പോകണം. വണ്ടി എടുത്തിട്ട് നമുക്ക് AC ശരിയാക്കുന്ന എടുത്തുകൊണ്ട് പോകണം. അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പോൾ തുടങ്ങാമല്ലേ. ആദ്യത്തെ വീഡിയോ ആണ്, നമ്മൾ ലോറി ഇന്നാണ് എടുക്കാൻ പോകുന്നത് കേട്ടോ. ഇന്ന് തിങ്കളാഴ്ചയാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. മിക്കവാറും ഇന്ന് തന്നെ ആയിരിക്കും നമ്മൾ വീഡിയോ ഇടുന്നത്. നോക്കാൻ എന്തായാലും നമുക്ക് ബാറ്ററി ഇപ്പോൾ വരും എന്ന് പറയുന്നുണ്ട്, നമ്മൾ വിളിച്ച് പറയുന്നുണ്ട്. ഇവിടെ അടുത്ത് തന്നെയുള്ള കടയാണ്, നമ്മൾ കണ്ടില്ലായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞപ്പോൾ അവർ ബാറ്ററി ഓർഡർ ചെയ്യുന്നുണ്ട്, ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞു. നമുക്ക് പോയി ബാറ്ററിയൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് പുറത്തോട്ട് ഇറക്കാം. തുടങ്ങിയല്ലോ എന്നാൽ. അപ്പോൾ നമ്മൾ തോണ്ടേ വണ്ടിയുടെ അടുത്തോട്ട് വന്നതെല്ലാം ഒന്ന് നോക്കുവാണ് കേട്ടോ. ബാറ്ററി ഇപ്പോൾ കൊണ്ടുവരത്തേ ഉള്ളൂ. ഈ ലൈറ്റിൻ്റെ കാര്യം ചിലപ്പം തീരുമാനമാവും തോന്നുന്നു കേട്ടോ. കണ്ടോ, ഇതിനകത്ത് ഫുള്ള് ഇതായിട്ടുണ്ട്. എന്തായാലും സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ എന്തോ നമ്പർ കാര്യങ്ങളൊക്കെ അല്ലേ. പിന്നെ കണ്ടോ, ഇതാണ് ഈ ബമ്പർ ഇപ്പോഴും മാറ്റിയിട്ടപ്പോഴതൊക്കെ കാണുന്നുണ്ട്. ഇവിടെ ഇച്ചിരി ചളിങ്ങിയിട്ടൊക്കെ ഉണ്ട്. തൽക്കാലം നമ്മളിപ്പം ഇതൊന്നും ചെയ്യുന്നില്ല. ഇപ്പം നമ്മൾ ഓടാനുള്ളതും AC-യുടെ കാര്യങ്ങളും ഇലക്ട്രിക് സൈഡ് മാത്രമാണ് നമ്മളിപ്പം നോക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെയെന്ന് പറയുന്നത് വണ്ടിയുടെ മോഡൽ നമ്പർ എന്ന് പറയുന്നത് 3520 എന്നാണ് കേട്ടോ. അതായത് ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത്, ഗ്രോസ് വെയിറ്റ് എന്ന് പറയുന്നത് 35 ടണ്ണും 220 എന്ന് പറയുന്നത് 200 bhp പവറുമാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. 3520. അകത്ത് കഴിഞ്ഞ വീട്ടിലെ കമൻറ്റ് കണ്ടപ്പോഴാണ് നമ്മൾ ആലോചിച്ചല്ലേ. ഇപ്പോൾ ഒരു പേടിയുണ്ട്, പാമ്പ് വല്ലതും കാണുമെന്ന് ആരോ കമൻറ്റ് ചെയ്തായിരുന്നു കേട്ടോ നമ്മളെ വീഡിയോ കാണുന്നത്. ഇത് എന്തിനാ കെട്ടി തൂക്കുന്നത് വെച്ചാൽ എനിക്കും അറിയത്തില്ല. പക്ഷെ എല്ലാ വണ്ടിയിലും കാണാം. തുടയ്ക്കാനാണോ എന്തോ, കാറ്റടിച്ച് വൃത്തിയാവാനാണോ എന്തോ, ഇനി ഒരു ഭംഗിക്കാണെന്ന് തോന്നുന്നു. അത് നോർത്തിലെ വണ്ടിയിൽ എല്ലാം ഉണ്ട്. ടയറിൻ്റെ അവിടെയൊക്കെ ട്യൂബ് മുറിച്ച് ഇതേപോലെ കെട്ടാറുണ്ട്. അത് വൃത്തിയാക്കാം. എനിക്കൊന്ന് വൃത്തിയാവാനും ഒരു സ്റ്റൈലിനും ആയിരിക്കും. കറക്റ്റ് അതിനെപ്പറ്റി നമുക്ക് അറിയത്തില്ല. അത് ഈ പഞ്ചാബ് വണ്ടിയിലെല്ലാം അത് കാണാം ഭയങ്കരമായിട്ട്. അപ്പോൾ അതൊക്കെ അതിനിപ്പോൾ ബാറ്ററി വരട്ടെ. ഇവിടെ ഉണ്ടല്ലോ. നമുക്ക് നമ്മുടെ ബാറ്ററി വരുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഓട്ടോക്കകത്ത് വന്നിട്ട് ഇനി നമുക്ക് ബാറ്ററി ഫിറ്റ് ചെയ്യാം. ഇതാണ് നമ്മളെ ബാറ്ററി, ആമറോണിൻ്റെ ബാറ്ററിയാണ് കേട്ടോ. ഇത് എത്ര വോൾട്ട് ആയിട്ടാ ഇത്? 130 ആംപിയർ 24 വോൾട്ട് അല്ലേ? ഒരെണ്ണം 12 വോൾട്ട്. അതെ, രണ്ടെണ്ണം 24 വോൾട്ട്. 130 ആംപിയറിൻ്റെ ബാറ്ററി. ആമറോൺ ആകുമ്പോൾ നല്ല സാധനമാണ്. 2 വർഷം ഗ്യാരണ്ടി അല്ലേ? 2 വർഷം റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടി ഉള്ള ബാറ്ററിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്. വീണ്ടും പുതിയ ബാറ്ററി ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് കേട്ടോ. ഓണായി. സ്റ്റാർട്ട് ചെയ്യട്ടെ ഏട്ടാ. അപ്പൊ ഇനി നമുക്ക് ചെയ്യേണ്ട വെച്ചാല് ലൈറ്റും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് കത്തിച്ച് നോക്കണം. താഴെ ഇറങ്ങിപ്പോയിട്ടെ വൈപ്പർ, ലൈറ്റ് കാര്യങ്ങളെല്ലാം, ഹെഡ്ലൈറ്റ് ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ടോന്ന് നോക്കണം. ഹെഡ്ലൈറ്റ് ഒക്കെ നിലവിൽ ഇട്ടിരിക്കുകയാണ്. കത്തുന്നുണ്ടോന്ന് താഴെ പോയി നോക്കിയാൽ അറിയാൻ പറ്റത്തുള്ളൂ. നീ പോയി ഇറങ്ങിയിട്ട് നോക്ക്, കത്തുന്നുണ്ടോ നോക്ക് കൈ ഇറങ്ങിയിട്ട്. ബാക്കി കാര്യങ്ങളൊക്കെ ഓക്കെയാണ് നിലവിൽ. ഇത് ഡോർ ഓപ്പണിൻ്റെ ആണ്. ഹാൻഡ് ബ്രേക്ക്, ABS, ഗിയറിൻ്റെ സിമ്പിളൊക്കെ കാണിക്കുന്നുണ്ട്, ന്യൂട്രൽ കാര്യങ്ങളൊക്കെ. ബാക്കി എണ്ണയും കാര്യങ്ങളൊക്കെ ഉണ്ട്. കത്തുന്നുണ്ടോ ഹെഡ്ലൈറ്റ്? ഹെഡ്ലൈറ്റ് കത്തിയിരിക്കുകയാണോ? ഇല്ലേ? വൈപ്പർ വർക്കാവുന്നുണ്ട്. എല്ലാം കത്തുന്നുണ്ടോ? ഒരെണ്ണം ചെറിയ കുഴപ്പമുണ്ടെന്ന് പറയുന്നത് കേട്ടോ. നോക്കട്ടെ. അപ്പോൾ നമ്മൾ ഇലക്ട്രിക് സൈഡ് ബാക്കി വൈപ്പർ കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഈ വൈപ്പർ വർക്കായിരുന്നു, രണ്ടും വർക്കായിരുന്നല്ലേ. പക്ഷേ ഇത് താഴോട്ട് വീണടക്കുന്നുണ്ട് കേട്ടോ. അത് കുഴപ്പമില്ല. പിന്നെയെന്ന് പറയുന്നുണ്ടോ, ഈ ലൈറ്റ് കത്തുന്നില്ല കേട്ടോ. ഈ ഒരു ലൈറ്റ് കത്തുന്നില്ല. പിന്നെ ഇതൊക്കെ ഒരു മങ്ങിയിട്ടുണ്ട്. ഇത് പുതിയത് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതെടുത്ത് ഇപ്പുറത്ത് ഇട്ടാൽ മതി. ഇതാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ ഇപ്പുറത്തെ ലൈറ്റ് ഓക്കെ ആണ് കേട്ടോ. ഇത് വലിയ കുഴപ്പമൊന്നുമില്ല. അത് അത്യാവശ്യം നല്ല ക്ലിയർ ഉണ്ട്. ബാക്കി ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിൽ കൊണ്ടുപോകുന്നതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്തോ ഒരു സ്റ്റിക്കറൊക്കെ ഉണ്ട്, അതൊക്കെ പറിച്ച് കളഞ്ഞിട്ട് നമുക്ക് പയ്യെ വണ്ടി എടുത്ത്
നമ്മളെ ഇതിന്റെ ഓണർ കൊണ്ട് നജീബിക്ക് അവിടെ ഉണ്ട്. ആയി പറഞ്ഞേ ഇവിടെ കഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഇനി പോവാണ്. ഓക്കെ, കയറിക്കോ. ഓക്കെ അല്ലേ? നല്ല വ്യൂ, വെളിയിലോട്ട് കാണാനും നല്ല ഭംഗിയുണ്ട്. വ്യൂ ഉണ്ടല്ലേ? അപ്പൊ നമുക്ക് നേരെ ഇനി ചാലക്കുടി ഭാഗത്തോട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഏതൊരു വണ്ടിയാണെങ്കിലും നമ്മളത് കുറച്ച് ഓടിച്ച് കഴിയുമ്പോഴേ നമ്മൾ ആ വണ്ടിയായിട്ട് നമ്മളൊരു ബന്ധം വരത്തുള്ളൂ. ആ ബന്ധം വരുന്നവരെ നമ്മൾ നോക്കി കണ്ടൊക്കെ ഓടിക്കണം. തിരിഞ്ഞോ? നല്ല നീളം ഉള്ളോണ്ടേ അതൊന്നും കുഴപ്പമില്ല, മനസ്സിലായിക്കോളും. നമുക്ക് നേരെ പറവൂർ കവലയിൽ നിന്ന് ഹൈവേ പിടിച്ച് പോകാമല്ലോ. നല്ല രസമുണ്ട് കേട്ടോ ഇത് ഓടിക്കാൻ. കയറി ഇരുന്ന് നമുക്ക് ആ മൂവ് ചെയ്തപ്പോൾ തന്നെ ആ ഒരു ഫീലുണ്ട്. ഇനി ഫുൾ ഓടിച്ചിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പം നമ്മൾ പയ്യെ ഒന്ന് ഓടിച്ച് വണ്ടിയുടെ എല്ലാം നമ്മളൊന്ന് ടച്ചായി വരണം. ഞാൻ 10 വീല് വരെ ഓടിച്ചിട്ടുള്ളൂ. ആദ്യമായിട്ടാണ് 12 വീല് ഓടിക്കുന്നത്. 2 വീല് കൂടുതലുണ്ടെന്നേ ഉള്ളൂ കേട്ടോ. ആ 2 വീല് അടുക്കി കിടക്കുക. ഇത് മറ്റേ വണ്ടി പോലെ. നിനക്ക് എങ്ങനെയുണ്ട് ഇരുന്നിട്ട്? ഇത് കൊള്ളാം. മറ്റേ വണ്ടിക്കകത്ത് നമ്മൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ കുലുങ്ങുമായിരുന്നു. അത് ശരിയാട്ടോ. ഈ വണ്ടിയിലെ കുലുക്കം വളരെ കുറവായിട്ട് തോന്നുന്നു. അതായത് ഇപ്പൊ ലോഡ് പോലും ഇല്ല. കാലിക്കാണ് നമ്മൾ ഓടിക്കുന്നത്. കാലിക്ക് തന്നെ നല്ല, മറ്റേത് ഭയങ്കര കുലുക്കായിരുന്നു. ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി ഇത് നമ്മള് സാധാ കാറിലൊക്കെ പോകുന്ന പോലെ ആ ഒരു ഫീലേ ഉള്ളൂ. കുറച്ച് ദൂരം ഓടിച്ചേട്ടാ. അങ്കമാലി കഴിഞ്ഞ് നമ്മള് നല്ല സ്മൂത്താണ്, നല്ല രസമാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ മീറ്ററിൽ നോക്കിക്കഴിഞ്ഞാൽ ABS-ന്റെ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നും കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. ABS-ന്റെ ലൈറ്റ് കത്തി കിടക്കുന്നുണ്ട്, അതൊന്നും നോക്കണം. പിന്നെന്തുവാ, ബാക്കിയൊക്കെ ഓക്കെയാണ്. പിന്നെ ഇതിനകത്ത് ഗിയർ പൊസിഷൻ ഇൻഡിക്കേറ്റർ കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എങ്ങനെയുണ്ട്? നമുക്ക് നല്ല വ്യൂ അല്ലേ? നല്ല അടിപൊളി വ്യൂ ആണേ. കുലുക്കവും ഇല്ല കേട്ടോ. അത് നമ്മളെ മറ്റേ എന്താ പറയാ, നമ്മുടെ നാമക്കൽ പാണ്ടിലോറി ടൈപ്പില്ലേ, അതിനകത്തൊക്കെ ഭയങ്കര കുലുക്കം. ഇതിപ്പോ കമ്പനി ക്യാബിൻ ആയതുകൊണ്ട് ആ ഒരു വ്യത്യാസം നമ്മളിത് ഫീൽ ചെയ്യുന്നുണ്ട്. പറഞ്ഞില്ലായിരുന്നു. പിന്നെ ഇത് തുറന്നു വെച്ചാൽ ഇച്ചിരി കാറ്റ് കിട്ടുന്നുണ്ട്. പക്ഷെ അപ്പർ സൈഡ് അത് തുറക്കുമ്പോൾ മിറർ തട്ടുന്നുണ്ട് കേട്ടോ. തുറക്കുമ്പോൾ ആ മിറർ മാറിപ്പോകുന്നുണ്ട്, അതൊന്ന് നോക്കണം. പക്ഷെ AC മസ്റ്റായിട്ട് വേണം, ഇല്ലെങ്കിൽ ഭയങ്കര പാടായിരിക്കും. കാരണം വെളിയിൽ നല്ല തണുപ്പും മഴയൊക്കെ ആണെങ്കിലും നമുക്ക് അകത്ത് നല്ല ചൂടുണ്ട്. വേറെ ഒന്നല്ല, ഇപ്പോഴത്തെ കാലാവസ്ഥയാണ്. മഴ പെയ്താലും ഒരു ചൂട് കിട്ടും വണ്ടിക്കകത്ത്. ഇനിയിപ്പോ കേരളം വിട്ടാലാണ് നമുക്ക് ചൂട് കാലാവസ്ഥ എത്തുന്നത് കേട്ടോ. വേറെ ഇപ്പൊ ഞാൻ ഇപ്പൊ കുറച്ചൊന്ന് ഓടിച്ചപ്പോഴത്തേക്ക് ഏകദേശം ഒരു അളവൊക്കെ കിട്ടി വണ്ടിയുടെ. ഇനി നമ്മൾ കുറേ സിറ്റുവേഷനുകൾ ഫേസ് ചെയ്യുമ്പോഴാണല്ലോ നമ്മൾ വണ്ടിയെക്കുറിച്ച് കൂടുതൽ പഠിച്ചുകൊണ്ടേയിരിക്കും. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് എപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിന് അന്തമില്ല എന്നാണ് പറയാം. എപ്പോഴും നമ്മൾ ഓരോ പഠിച്ചുകൊണ്ടിരിക്കും. ഓരോ വണ്ടിയിൽ കയറി അടുത്ത വണ്ടിയിലോട്ട് മാറുമ്പോഴും അതിൻ്റെ ഒരു മാറ്റം നമ്മൾ പയ്യെ പഠിക്കത്തുള്ളൂ. അപ്പോൾ ഈ വണ്ടിയുടെ അളവൊക്കെ പഠിച്ചു വരികയാണ്. പിന്നെ അത്യാവശ്യം നല്ല ബാക്ക് വ്യൂവും കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വലിയ കുഴപ്പമില്ല. ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇനി നമ്മൾ ഓരോരോ സിറ്റുവേഷൻ ഫേസ് ചെയ്യുമ്പോൾ അത് പഠിക്കും. അതുപോലെയാണ് നമ്മുടെ ഇതിൻ്റെ സ്പീഡ് ലിമിറ്റ്. ഹെവി വണ്ടിയാണ്. മറ്റേ നമ്മളെ 80 പോകുമായിരുന്നു SCV, ഇത് 60-ൽ കട്ടാവും. ഇത് ഈ വെളിയിലുള്ളത് വീഡിയോ എടുക്കാനും ഇത് അടിപൊളിയാട്ടോ. നല്ല വ്യൂ ഉണ്ടല്ലേ? മറ്റേ ഗ്ലാസിന്റെ ആ ഒരു ബ്ലാക്ക് ഒട്ടിച്ചേക്കുന്നത് വെച്ച് അത് 0.5 ലിട്ട് എടുക്കാൻ പറ്റത്തില്ല. അത് ശരിയാ. ഇതിപ്പോ 1x തന്നെ എടുക്കാൻ പറ്റും അല്ലേ? എന്തായാലും കൊള്ളാം. ഒന്ന് ഓടി തുടങ്ങിയാൽ നമുക്കൊരു ഉഷാറായനായിരുന്നു അല്ലേ?
നമ്മളിപ്പോഴത്തെ പ്ലാൻ എന്ന് പറയാൻ ഞാൻ പറഞ്ഞില്ല, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളിതിൻ്റെ ഫുള്ള് പെയിൻറ്റും കാര്യങ്ങളും എല്ലാം ചെയ്ത് ഇറക്കുവാന്നാണ് പറഞ്ഞത്. ഇപ്പം നിലവിൽ നമ്മുടെ പ്ലാൻ മാറിയിട്ടുണ്ട്. അങ്ങനെയാണല്ലോ, പ്ലാനുകൾ മാറിക്കൊണ്ടിരിക്കും. ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഉള്ള AC ഉണ്ടല്ലോ, കമ്പനി AC വരുന്ന വണ്ടിയാണ് കേട്ടോ. അപ്പോൾ ഈ AC വർക്കാവുന്നില്ല. അത് നമ്മളൊന്ന് അവിടെ കാണിച്ചു നോക്കും, അത് ശരിയാക്കാൻ പറ്റുമോ എന്ന്. അത് ശരിയാക്കാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ടോപ്പ് AC കാര്യം നോക്കണം. അപ്പോൾ അതിനുവേണ്ടിയാണ് നമ്മളിപ്പോൾ കൊണ്ടുപോകുന്നത് കേട്ടോ. ഹെവി കൂൾ എന്ന് പറഞ്ഞൊരു സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത്. അതിന് മാപ്പ് ഇടണം. സമയം എന്ന് പറയുന്നത് 2 മണി ആവാറായി. ഇന്നത്തെ ഡേറ്റ് 20-ാം തീയതി. 20-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയാകുമ്പോൾ പോകും. നമ്മളിതുവരെ ഒന്നും കഴിച്ച പോലും ഇല്ല കേട്ടോ. രാവിലെ നമ്മൾ 7 മണിക്ക് ഇറങ്ങിയതാണ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ. നമ്മൾ പയ്യെ അങ്ങ് പോവാണ്. ഇത് ഇവിടം വരെ ഉള്ളൂന്ന് തോന്നുന്നല്ലേ നമ്മുടെ എറണാകുളം ജില്ല. ഈ അപ്പോളോട് അപ്പുറത്ത് വെൽക്കം ടു തൃശ്ശൂർ എന്ന് ഞാൻ കണ്ട പോലെ ഓർക്കുന്നു. അവിടെ കാണാൻ ഇതൊക്കെ അങ്കമാലിയുടെ ഏരിയ. നല്ല ഡിഫറൻറ്റ് ഉണ്ട് കുലുക്കത്തില് അല്ലേ? കുലുക്കത്തില് നല്ല ഡിഫറൻറ്റ് ഉണ്ട്. സ്റ്റിയറിംഗ് നല്ല സുഖമാട്ടോ. സ്റ്റിയറിംഗ് എന്ന് പറഞ്ഞാൽ പക്ക സ്റ്റിയറിംഗ്. വേറെ മെയിൻ എന്ന് വെച്ചാൽ നമ്മൾ നല്ല അപ്രൈറ്റ് പൊസിഷനിലാണ് ഇരിക്കുന്നത്. മറ്റേത് നമ്മൾ കുറച്ച് കുനിഞ്ഞിരുന്നായിരുന്നു. ഇതിനകത്ത് നമ്മളിങ്ങനെ നിവർന്നിരുന്ന് ഓടിക്കാൻ വേണ്ടി. അതുകൊണ്ട് എത്ര ദൂരം വേണമെങ്കിലും ഓടിക്കാൻ പറ്റും. വലിയ നടുവേനും കാര്യങ്ങളൊന്നും വരത്തില്ല. വേണ്ടേ ഞാൻ പറഞ്ഞില്ലേ, സ്വാഗതം തൃശ്ശൂർ ജില്ല. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു ക്യാമറയുണ്ട്. അതുകൊണ്ട് നല്ല നിവർന്ന് ഓടിക്കാൻ പറ്റും. കഴിഞ്ഞ നമ്മൾ 2 ദിവസം വീഡിയോ ഇടാത്തപ്പോൾ തന്നെ ഒത്തിരി പേര് മെസ്സേജ് അയച്ച് എന്തായി വണ്ടി എടുത്തിട്ട് പിന്നെ ഒരു വിവരമില്ലല്ലോ. സംഭവം ഇതൊക്കെ കൊണ്ടായിരുന്നു നമ്മൾ ഇടാതിരുന്നത് കേട്ടോ. വണ്ടിയില്ലാതെ വണ്ടിയുടെ വീഡിയോ ഇടാൻ പറ്റത്തില്ല. അതെ, എല്ലാവരും നല്ല കമൻറ്റ്, കുറേ പേര് വിളിച്ച് നിങ്ങളിനി ശരിയാക്കണം. പിന്നെ നമുക്ക് ആദ്യം ഒരു ലോഡ് എടുക്കണം. ലോഡ് എടുത്ത് കൊണ്ടുപോയി ഇറക്കുമ്പോൾ പിന്നെ എല്ലാം ഓക്കെ ആയി. ഈ വണ്ടിയായിട്ട് നമ്മൾ അപ്പുറത്തേക്ക് ഫുൾ സെറ്റ്. ലോഡ് കൊണ്ട് ഇറക്കി കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി കഴിയും. നിനക്കിപ്പോൾ ഹാപ്പി അല്ലേ? നിനക്ക് നല്ലപോലെ കിടക്കാമല്ലോ. ആയിരുന്നു നീ യാത്ര ചെയ്തോണ്ടിരുന്നല്ലേ? റോഡൊക്കെ കാണിക്കും, എന്നെ മാത്രം കാണിച്ചോണ്ടിരിക്കുക. എന്താ പറയുക, കംഫർട്ടബിൾ ആയിട്ട് ഇങ്ങനെ കാണുമ്പോഴേ. അപ്പൊ നമ്മൾ അന്ന് മാത്രം കഷ്ടപ്പെട്ടു. നമ്മളത് കഷ്ടപ്പെട്ടതുകൊണ്ട് നമുക്ക് ഇന്ന് കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇപ്പൊ യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതിന്റെ മൈലേജ് ഒക്കെ കാണിക്കുന്നത് 4 കിലോമീറ്റർ ആണ് കേട്ടോ. ഇപ്പൊ ഇതിനകത്ത് കാണിക്കുന്നത് 4 കാണിക്കുന്നുണ്ട്, 5 കാണിക്കുന്നുണ്ട്. ഇതിനകത്ത് കാണിക്കുന്നതാണ്, നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റത്തില്ല. നമ്മൾ ടാങ്ക് ടു ടാങ്ക് ഫുൾ ചെയ്ത് നോക്കിയാലേ കറക്റ്റ് മൈലേജ് ഒക്കെ അറിയാൻ പറ്റും. ആവറേജ് ഒരു 3-3.5 മൈലേജ് കിട്ടുമെന്നാണ് എനിക്ക് തോന്നുന്നത് ലോഡിൽ. ഇവിടെ നല്ല അടിപൊളി ഒരു കുളമുണ്ട് കേട്ടോ. എപ്പോഴും ഞാൻ ബൈക്കിലൊക്കെ അതിൽ പോകുമ്പോൾ ഒന്ന് ചാടാൻ തോന്നുന്നു. ഇവിടെ ഈ സ്ഥലത്തിന്റെ പേരെന്താണെന്ന് അറിയാൻ വയ്യ. അടിപൊളി ഒരു കുളമാണിത്. എന്നുവെച്ചാൽ ഹൈവേ സൈഡിൽ ഇങ്ങനത്തെ ഒരു കുളം അങ്ങനെ അധികം കാണാറില്ല. അത് നാഷണൽ ഹൈവേയുടെ സൈഡിലായിട്ട്. അതുകൊണ്ട് നമ്മുടെ കണ്ടെയ്നർ പോകുന്നു. ഇന്ന് രാവിലെ തൊട്ട് മഴയാ മൊത്തം. നമ്മൾ പാലക്കാട് നിന്ന് ഇവിടെ എത്തുന്ന വരെ മഴയായിരുന്നു. ഇവിടെ നിന്ന് നമ്മളെ വണ്ടി എടുക്കുന്ന സമയത്ത് എന്തോ ഭാഗ്യത്തിന് ഇച്ചിരി മഴ കുറഞ്ഞിരുന്നു. പാലക്കാട് ഈ വന്ന സമയം ഒരു മഴയില്ലായിരുന്നു. ഇപ്പൊ നല്ല മഴ. നമുക്കിനി 8 കിലോമീറ്റർ ആയിട്ടല്ലേ തിരിയണ്ടേ? സർവീസ് റോഡിൽ കയറണം അല്ലേ? പൊളി വൈബാണല്ലേ, നല്ല അടിപൊളി മഴ. അശോക് ലൈലൻഡ് 12 വീല് വണ്ടി, ഞാനും ആതിരയും. എന്താ വേണം, നല്ല രസമുണ്ട് കേട്ടോ മഴയത്ത് ഇങ്ങനെ പോവാൻ. നമ്മൾ ചൂടടിച്ചിങ്ങനെ നിന്ന സമയത്ത് നമ്മൾ ഇത്ര നാൾ വണ്ടി ഓടിച്ചപ്പോ എല്ലാം ചൂടായിരുന്നു. മഴയത്ത് വണ്ടി ഓടിച്ചിട്ടില്ല ഈ ഇടയ്ക്കൊന്നും അല്ലേ? ഇപ്പോഴാണ് മഴയത്ത് നമ്മൾ ഈ വണ്ടിയിൽ കയറിയപ്പോഴാണ് ഒരു മഴയൊക്കെ കിട്ടി. ഒരു ഐശ്വര്യമുണ്ട്, മഴ ഒരു ഐശ്വര്യല്ലേ? മഴ നനഞ്ഞ അതെ. നമ്മള് 3 ദിവസമായി കേട്ടോ ഇങ്ങോട്ട് വന്നും പോയി നിൽക്കുന്നത്. എന്തായാലും നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ എവിടെ എത്തി?
ഹൈവേയിലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കിനി എന്തോ കാട് കുറ്റി 5 കിലോമീറ്റർ, സേലം വരുന്നത് പാലക്കാട് 91 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ ഈ ഹൈവേയിൽ പിന്നെ മുക്കിന് സിഗ്നൽ ആയതുകൊണ്ട് പയ്യെ പോകാൻ പറ്റും, ഒരുപാട് സമയം എടുക്കും. ഇവിടെ നിന്ന് കയറണ്ടല്ലോ, 5 കിലോമീറ്റർ കഴിഞ്ഞിട്ടല്ലേ കയറാൻ പറഞ്ഞല്ലേ? 5 കിലോമീറ്റർ കഴിഞ്ഞ് നമുക്ക് സർവീസ് റോഡിലോട്ട് കയറണം. കുഴപ്പമില്ല കേട്ടോ, ഞാൻ വെച്ച് വൈപ്പർ തീരെ വിസിബിലിറ്റി ഉണ്ടാവത്തില്ലെന്ന് വിചാരിച്ചു. കുഴപ്പമില്ല, ഇപ്പോൾ നല്ല മഴ പെയ്തിട്ടും വൈപ്പർ കുഴപ്പമില്ല, കാണാം, നല്ല രീതിയിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓ അടിപൊളിയല്ലേ, നല്ല മഴ. നമ്മളൊരു കൊല്ലം മുമ്പേ തുടങ്ങേണ്ടതായിരുന്നു അല്ലേ യൂട്യൂബിൽ. എനിക്ക് ലൈസൻസ് എടുക്കുന്നതും വണ്ടി ഓടിക്കാൻ അറിയുന്നതൊക്കെ ആയിട്ട് കുറേ വർഷമായി. പക്ഷെ ഞാൻ അതിലോട്ട് പോയില്ല. വണ്ടി ഇങ്ങനത്തെ ഒരു ഐഡിയ അന്ന് തോന്നിയില്ല. ഇല്ലായിരുന്നേ നമുക്ക് 2 പരിപാടി നടന്നേനായിരുന്നു. കാരണം ലൈസൻസ് എടുത്തിട്ട് ഇപ്പോൾ ഒരു 8 വർഷമായെന്ന് തോന്നുന്നു. 8 വർഷത്തിൽ ഒരു വട്ടം പുതുക്കി. അപ്പോൾ അടുത്ത 1 വർഷം കൂടെ കഴിഞ്ഞാലേ പുതുക്കിയാൽ മതി. അപ്പം ആദ്യം പുതുക്കിയപ്പോൾ 3 കൊല്ലം കൂടുമ്പോഴാണ് പുതുക്കേണ്ടത്. ഇപ്പം 5 വർഷത്തിലാണ് ഹെവി ലൈസൻസ് പുതുക്കേണ്ടത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ 3, ഇപ്പം 5, ഇനി 1 കൊല്ലം കൂടെ ഉണ്ട്. അപ്പം 4, 3, 7 വർഷമായി. ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന സമയത്ത്, ഞാൻ ശ്രീനാരായണ പബ്ലിക് സ്കൂളിൽ, അന്ന് എനിക്ക് 21 വയസ്സേ ഉള്ളായിരുന്നു. 21 വയസ്സുള്ള സമയത്ത് ഞാൻ 40-45 ബസ് മാനേജ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വെഹിക്കിൾ സൂപ്പർവൈസർ ആയിരുന്നു എൻ്റെ ജോലി. 45 ബസ്സിൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കി നടത്തുമായിരുന്നു. അതിൻ്റെ ഫുള്ള് മെയിൻ്റെനൻസ്, അതിൻ്റെ CF സർട്ടിഫിക്കറ്റ് ഓഫ് ഫിറ്റ്നസ്, അതിൻ്റെ കാര്യങ്ങൾ നോക്കൽ, പിന്നെ ഫുള്ള് അതിൽ ഡ്രൈവർമാർ, നമ്മളെ വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ട് ഇപ്പോഴും അവിടുത്തെ ഡ്രൈവർമാരൊക്കെ. അപ്പോൾ അവിടുത്തെ ഡ്രൈവർമാർ പറയുന്ന ഒരു കാര്യമുണ്ട്, എന്തറിയോ? അതായത് അവിടെ ഞാൻ മാനേജറായിട്ട് ജോലി ചെയ്തിരുന്ന സമയത്ത് ലൈലൻഡ് ഉണ്ടായിരുന്നു, പിന്നെ ഏഷ്യർ ഉണ്ടായിരുന്നു, സ്വരാജ് മസ്ത, ഇത്രയാണ് സ്കൂൾ ബസ്സിൽ. പിന്നെ ടാറ്റ ഇല്ലായിരുന്നു അവിടെ. ഇത്രയും വണ്ടികളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇത്ര വണ്ടിയിൽ അവിടെ എന്ന് പറഞ്ഞാൽ എല്ലാ KSRTCയിലൊക്കെ റിട്ടയർഡ് ആയ ഡ്രൈവർമാരായിരുന്നു അവിടെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നതൊക്കെ. അപ്പോൾ അവരൊക്കെ പറയുന്ന ഒരു ഇതുണ്ട്, ലൈലൻഡ് എന്ന് പറഞ്ഞാൽ എന്നും 16-കാരിയെ പോലെ എന്നാണ് പറയുന്നത്. ലൈലൻഡിനെ അങ്ങനെയാണ് പറഞ്ഞത്. അവർ പറയുന്നത് കേട്ടോ, ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞാണ് ലൈലൻഡ് എന്ന് പറഞ്ഞാൽ എന്നൊരു 16-കാരിയാണെന്നാണ് പറയുന്നത്. യങ് ആണെന്ന ആൾ. അത് ശരിയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓടിച്ചപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഭയങ്കര ഒരു ഫീലുണ്ട് ഇത് ഓടിച്ചിട്ട്. അപ്പോൾ അവിടെ നിന്നാണ് നമ്മൾ ചെറുതായിട്ട് ഹെവി വണ്ടിയൊക്കെ ഓടിക്കാൻ പഠിച്ചത്. നമ്മളിപ്പോൾ അകത്തോട്ട് കയറി കേട്ടോ. ഹൈവേന്ന് നമ്മൾ അകത്തോട്ട് കയറിയിട്ട് ഇതിലെ കൂടെയാണ് നമുക്ക് പോകേണ്ടത്. ചെറിയ വഴിയാണ്, ചെറുതായി അത്ര കുഴപ്പമില്ലാത്ത വഴിയാണ്. മാപ്പിലാണ് കാണിക്കുന്നത്. പിന്നെ ഏകദേശം 1.5 കിലോമീറ്ററിലേ ഉള്ളൂ അല്ലേ? പക്ഷെ ഇതുണ്ടോ ഈ വളവൊക്കെ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, വളരെ സിമ്പിളായിട്ട് ഇത് ഒടിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. കാരണം ഇതിൻ്റെ എന്താ പറയുക, അപ്പോഴത്തേക്ക് ഒരു കാറ് വന്നു, ഞാൻ സിമ്പിളാന്ന് പറഞ്ഞുകൊണ്ട്. ഇതിൻ്റെ എന്ന് പറഞ്ഞാലേ 4 വീല് വളയും, മറ്റേതുപോലെയല്ല. 4 വീല് വളഞ്ഞു വരും, അതുകൊണ്ടാണ്. നമ്മളങ്ങനെ വണ്ടിയും കൊണ്ട് അതുകൊണ്ട് ഇവിടെ എത്തി. AC റെഡിയാക്കുന്ന സ്ഥലത്തോട്ട് എത്തി. നമ്മൾ ഇതിനകത്തുള്ള AC ഒന്ന് നോക്കണം. അത് റെഡി ആവുകയാണെങ്കിൽ നമുക്ക് ഓക്കെയാണ്. ഇല്ലെങ്കിൽ മറ്റേ ടോപ്പ് AC ഉണ്ടല്ലോ, അത് വയ്ക്കണം. മിക്കവാറും ടോപ്പ് AC ആയിരിക്കണം, നമുക്കറിയത്തില്ല. എന്തായാലും ഉണ്ടോ ഇവിടെ ഇച്ചിരി പാടാണ്, ഇവിടെ വളഞ്ഞു വരാൻ കുറച്ച് പാട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇന്ന് നമുക്ക് എന്താ പറയുക, ഇന്ന് എന്തായാലും ഫിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. എല്ലാം ഒന്ന് ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നാളെ ആവും. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ഇൻകേസ് ടോപ്പ് AC ആണ് നമ്മൾ വെക്കുന്നതെങ്കിൽ മിനിമം ഒരു 8 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 10 മണിക്കൂർ ടൈം എടുക്കും കേട്ടോ, എല്ലാം ഫിറ്റിംഗ് ഒക്കെ ആവാൻ. അപ്പോൾ അതുകൊണ്ട് ഞാനും അതിനെയും കൂടെ ഇല്ലല്ലോ, ലോഡായിട്ട് പോകുന്നതിന് വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ഈ സൈഡ് ലൈറ്റ്, ഇലക്ട്രിക് സൈഡ് ഉണ്ടല്ലോ, ഈ സൈഡ് ലൈറ്റ് ഒന്നും ഞാൻ നോക്കിയില്ലായിരുന്നു. ഫ്രണ്ട് ലൈറ്റൊക്കെ കത്തുന്നുള്ളൂ. അപ്പോൾ അതും സൈഡ് ലൈറ്റ് ഉണ്ട്. അതുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സൊക്കെ എടുക്കുമ്പം യൂസ് ആവും.
അപ്പോൾ അതും കൂടെ നോക്കണം. അപ്പോൾ ലൈറ്റിങ് കൂടെ എല്ലാം ചെക്ക് ചെയ്യാനും കുറച്ച് സമയം എടുക്കും. നമ്മളിപ്പോൾ ഗൂർക്കയിലേക്കകത്ത് കയറി പോകുമ്പോൾ കേട്ടോ, ഞങ്ങളിവിടെ റോട്ടിലോട്ട് ആക്കാമെന്ന് പറഞ്ഞേ. അപ്പോൾ ഇനി അത് ബാക്കിലേക്ക് കൂടെ കയറണം. ഇത് 5 സീറ്റ് ബാക്കിലേക്ക് കൂടെ അല്ലേ കയറണ്ടേ? ഇതങ്ങനെ കുഴപ്പമുണ്ട്. 5 ഡോർ അല്ല 3 ഡോർ ആണ്. ഞാൻ ഇന്നേ വരെ പോയിട്ടില്ല ഈ വണ്ടിക്കകത്ത്. അതിനകത്തോട്ട് അറിയോ? ഓക്കെ, അപ്പം നമ്മൾ പോട്ടെ കേട്ടോ. ചേട്ടൻ്റെ പേരെന്തോ? റോയ്. ശരി. ഇവിടെ എവിടെ സ്ഥലം? പേട്ടെ? ഇത് പോട്ട. പോട്ട അല്ലേ? ഇതിന്റെ ബാക്കിൽ ഇരുന്നിട്ട് 4 സീറ്റേ ഉള്ളു അല്ലേ? ബാക്കിൽ നിന്ന് കയറുന്ന ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. ഫ്രണ്ടിൽ നിന്ന് കയറുന്നതാണെങ്കിൽ സുഖമല്ല. താറിന്റെ പുതിയത് 5 ഡോർ ആണോ? 5 ഡോർ അല്ലേ? 4x4 വണ്ടിയോ? ഇറങ്ങുന്ന കയറുന്നതാണ് ഒരു ബുദ്ധിമുട്ടല്ലേ? ഓക്കെ വിട്ടോ. ശരി. അന്യായ ലുക്കാണ് കേട്ടോ വണ്ടി അല്ലേ? അടിപൊളി ലുക്കാണ്. പുറമേയുള്ള ഭംഗി അകത്ത് ഫീൽ ചെയ്യുന്നില്ല. അകത്തൊരു പ്രീമിയം ടച്ച് ഇല്ല കേട്ടോ. അകത്തൊരു ട്രാവലറിനകത്തൊക്കെ കയറി നിൽക്കുന്ന ആ ഒരു ഫീലേ ഉള്ളൂ. നമുക്ക് ബസ് കയറണം, എന്നിട്ട് നേരെ പോകണം. അപ്പോൾ എന്തായാലും നമ്മളിനി ബസ് കയറിയിട്ട് പോവാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നമ്മൾ യാത്രയിൽ എല്ലാവരും കൂടുക അല്ലേ? ഇനി അങ്ങോട്ട് നമ്മുടെ ലോറി ജീവിതമൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നു. ഇനി ബാക്കി റെഡിയാക്കിയിട്ട് AC യുടെ കാര്യമൊക്കെ സെറ്റായിട്ട് കാണാം കേട്ടോ. ഓക്കെ.